മലയാളം ബിഗ് ബോസ് സീസൺ 7 സത്യം പറഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ നെവീൻ്റെ ചീട്ട് കീറി എന്ന് തന്നെ പറയാം. ഈ ഒരാഴ്ചയായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമായിരുന്നു ഷാനവാസും നെവീനും തമ്മിലുള്ള ആരോപണം. അതായത് കയറി പിടിച്ചു, കെട്ടിപ്പിടിച്ചു, അത്തരത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു നെവീൻ കരുതിയത് ലാലേട്ടൻ വന്ന് നമ്മുടെ അനുമോളോട് ദേഷ്യപ്പെട്ടല്ലോ ആര്യൻ്റെയും ജിസേലിൻ്റെയും കാര്യത്തിൽ. അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ള ആഴ്ച വന്ന് ഒനീലിൻ്റെ കാര്യത്തിൽ ലക്ഷ്മിയോടും ദേഷ്യപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ലാലേട്ടൻ്റെ ഭാഗത്തിൽ നിന്നും ഈ ഒരു സംഭവത്തിൽ ഷാനവാസിനോടുണ്ടാകുമെന്ന് നമ്മുടെ നെവീൻ കരുതിയിരുന്നത്. എന്നാൽ നെവീൻ്റെ പദ്ധതി ഒന്നും വിജയിച്ചില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നെവീൻ അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചു കേട്ടോ. സാധാരണ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടനോട് തമാശയൊക്കെ പറഞ്ഞ് ആദ്യം വന്നിരിക്കുന്ന വ്യക്തിയാണ്. ഈ തവണ വളരെ ഗ്ലൂമി ആയിട്ട് സൈഡിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. ലാലേട്ടൻ പലതവണ പല ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു. അതിനൊക്കെ വളരെ സങ്കടഭാവത്തിലാണ് നെവീൻ ആൻസർ പറയുന്നത്. എന്താണ് മോനെ എന്ന് ലാലേട്ടൻ ചോദിക്കുമെന്ന് നെവീൻ പലതവണ ആഗ്രഹിച്ചതുപോലെയാണ് തോന്നിയത്. അതിനുവേണ്ടി നെവിൻ പഠിച്ച പണി 18 ശ്രമിക്കുകയും ചെയ്തു. കാരണം ലാലേട്ടൻ ഹോട്ടൽ ടാസ്കിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ നെവീനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അതിന് നെവിൻ നല്ലതായിരുന്നു, എനിക്ക് കിട്ടിയ റോള് ഞാൻ നല്ലതുപോലെ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത് ഈ ടാസ്ക് കുറച്ചും കൂടി രസകരമാക്കാമായിരുന്നു എന്ന് തോന്നുന്നില്ലേ എന്ന്. അതിന് നമ്മുടെ നെവീൻ പറയുന്നത് ആക്കാമായിരുന്നു, പിന്നെ ഞാൻ പലവിധ മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് എന്ന്. അതായത് അപ്പോഴെങ്കിലും ലാലേട്ടൻ എന്തു പറ്റി എന്ന് ചോദിക്കുമെന്നാണ് നമ്മുടെ നെവീൻ വിചാരിച്ചത്. പക്ഷേ നമ്മുടെ ലാലേട്ടൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷനും കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ലാലേട്ടൻ പറഞ്ഞത് മോനെ സ്ട്രെസ് ഫ്രീ ആക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ടാസ്ക് തരുന്നത്, അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ നെവീനെ അവിടെ ഇരുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് എല്ലാവരോടും പറയുന്നു എന്തിനാണ് ആവശ്യമില്ലാത്ത സ്ട്രെസ്സ് തലയിൽ കയറ്റി നടക്കുന്നത്. അന്നെന്നോ നടന്ന സംഭവം തലയിൽ കയറ്റി നടക്കുക. അന്നെന്നുള്ളൊരു സംഭവം ഇല്ല, പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. പ്രസൻറ്റിൽ ജീവിക്കുന്നവരാണ് നമ്മൾ, അത് നന്നായി ജീവിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ്റെ ആ തരത്തിലുള്ള നെവീനോടുള്ള സമീപനം കണ്ടപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ലാലേട്ടൻ ഈ കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്ന്. പിന്നെ പല സീരിയസ് കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചില്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. പക്ഷേ അതിനുള്ള വ്യക്തമായ മറുപടി ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. ഇവർ ഇത്തരത്തിലുള്ള കണ്ടന്റുകളാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ അനുമോൾ ആര്യൻ ജിസേൽ പ്രശ്നമാണെങ്കിലും ലക്ഷ്മി ഒനീൽ ആദില നൂറ പ്രശ്നമാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാ ആഴ്ചയിലും വരുന്നു, ലാലേട്ടൻ ദേഷ്യപ്പെടുന്നു, ചോദ്യം ചോദിക്കുന്നു. വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ലാലേട്ടനും ബിഗ് ബോസും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവർക്കൊരു പ്രോത്സാഹനമാകും. ഇവർ അടുത്ത ആഴ്ചയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വരും. കാരണം ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ലാലേട്ടൻ ചോദ്യം ചെയ്യും, ദേഷ്യപ്പെടുമെന്ന് ഇവർക്കറിയാം. അത് ഓഡിയൻസിൻ്റെ ഇടയിൽ ചർച്ചാ വിഷയമാകുമെന്നും ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ തവണ ലാലേട്ടനും ബിഗ് ബോസും ഒന്ന് മാറ്റിപ്പിടിച്ചു. അതിൽ പക്ഷേ നമ്മുടെ നെവീനാണ് നാണം കെട്ടുപോയത്. പിന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ആദ്യം വിട്ട പ്രോമോയിൽ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, ഞാൻ മടുത്തു, ബിഗ് ബോസ് മടുത്തു, അതുകൊണ്ട് ഇന്ന് ഇവരെ ഒന്ന് കൂളാക്കാൻ ശ്രമിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും ലാലേട്ടൻ ദേഷ്യപ്പെടുകയൊന്നുമില്ലെന്ന് ഏകദേശം നമുക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ലാലേട്ടൻ്റെ സമീപനത്തിൽ നെവീന് സങ്കടമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം ഈ എപ്പിസോഡിന് ശേഷം ബിന്നിയും നെവീനും കൂടി സംസാരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ആ സമയത്തും വളരെ സങ്കടപ്പെട്ടാണ് നെവീൻ പോയി കിടക്കുന്നത്. അപ്പോൾ ബിന്നി പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ലാലേട്ടൻ അവസാനം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിനക്കത് മനസ്സിലാകും. ആരോപണത്തിൻ്റെ കാർഡ് ഞാൻ വലിച്ചു കീറിയെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അതുപോലെ ഇനി വ്യക്തിഹത്യ നടത്താൻ സാധിക്കില്ല എന്ന് ലാലേട്ടൻ പറഞ്ഞല്ലോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ നെവീൻ പറയുന്നത് ഇറ്റ്സ് ഓക്കെ. അതായത് എനിക്ക് തോന്നുന്നു നെവീൻ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നെവീൻ വിചാരിച്ചിരുന്നത് ഫയർ ആയിട്ട് വരുന്ന ലാലേട്ടനെയും ഷാനവാസിനോട് ദേഷ്യപ്പെടുന്ന ലാലേട്ടനെയും അതുപോലെ തന്നെ നെവീൻ്റെയും ഷാനവാസിൻ്റെയും ക്ലിപ്പ്, അതായത് നെവീൻ നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന ക്ലിപ്പൊക്കെ പ്ലേ ചെയ്ത് കാണിക്കുമെന്നായിരിക്കും. അങ്ങനെയാണല്ലോ ലാലേട്ടൻ 2-3 ആഴ്ചയായിട്ട്. അതുകൊണ്ട് നെവീൻ അങ്ങനെ ആഗ്രഹിച്ചു. ആഗ്രഹിക്കാത്ത കാര്യം നടക്കാതെ വരുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകുമല്ലോ. ആ സങ്കടം നെവീൻ്റെ മുഖത്ത് ഇന്നലെ നല്ല രീതിക്കുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ ഷാനവാസിനെ കൊണ്ട് നെവീനോട് മാപ്പ് പറയിക്കുമെന്നെങ്കിലും നെവീൻ കരുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നെവീൻ്റെ ആഗ്രഹമൊന്നും നടന്നില്ല. നമ്മുടെ ഷാനവാസ് വിജയിച്ചിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.